റിസ്വാൻ അടൂർ എന്ന എന്റെ യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് എന്ന ഫോണിന്റെ ഫുൾ റിവ്യൂ ആണ്. അത് ഞാൻ ഈ ഫോൺ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എന്റെ ഈ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോയുടെ ലിങ്ക് തരുന്നതാണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം അതൊന്ന് കാണുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് എന്ന ഫോണിന്റെ ഡിസ്പ്ലേ, പ്രൊസസർ, റാം ആൻഡ് സ്റ്റോറേജ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പിന്നെ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ക്യാമറ, ബാറ്ററി പെർഫോമൻസ്, ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്നീ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അത് മാത്രമല്ല ക്യാമറയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ, അതുപോലെ തന്നെ ഈ ഫോണിന്റെ കുറച്ച് ഡിസ്അഡ്വാൻറ്റേജസിനെ പറ്റി ഞാൻ വേറൊരു വീഡിയോയിൽ ഒന്നിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ആ വീഡിയോ കാണാൻ മറന്നുപോകരുത്. അപ്പോൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ ഫോണിന്റെ ഡിസ്പ്ലേ പറ്റി നമുക്ക് നോക്കാം. ഈ ഫോണിന്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.67 ഇഞ്ചിന്റെ IPS LCD ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഫോണിന്റെ കൂടെ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫോണിന്റെ ഡിസ്പ്ലേയുടെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് 20:9 ആണ്. അതുപോലെ തന്നെ ഈ ഫോണിന്റെ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 60 ഹെർട്സ് മാത്രമേ ഉള്ളൂ. 90 ഹെർട്സും 120 ഹെർട്സും ഉള്ള ഫോണൊക്കെ ഉള്ളപ്പോഴും നമുക്ക് 60 ഹെർട്സ് മാത്രമേ ഈ ഫോണിൽ ലഭിക്കുന്നുള്ളൂ. എന്നാലും ഡേ ടു ഡേ ലൈഫിന് ഏറ്റവും നല്ലൊരു റിഫ്രഷ് റേറ്റ് ആണ് ഈ ഫോൺ നമുക്ക് നൽകുന്നത്. ഈ ഫോണിന്റെ പിക്സൽ ഡെൻസിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ 386 PPI ആണ് ഈ ഫോണിന്റെ പിക്സൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഈ ഫോണിൽ നമുക്ക് HDR10ന്റെ സപ്പോർട്ടാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് HDR വീഡിയോസ് ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ ഫോൺ നോച്ചില്ല ഉള്ളതൊരു പഞ്ച്-ഹോൾ ക്യാമറയാണ്. അതുപോലെ തന്നെ ഈ പറയുകയാണെങ്കിൽ ഈ ഫോണിന്റെ മാക്സിമം ബ്രൈറ്റ്നെസ് എന്ന് പറയുന്നത് 450 നിറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര വലിയ സൂര്യപ്രകാശത്ത് പോകുകയാണെങ്കിലും നമ്മുടെ ഫോണിന്റെ ഡിസ്പ്ലേ നല്ലതുപോലെ കാണാൻ പറ്റുന്നതാണ്. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ഈ ഫോണിന്റെ പ്രൊസസറിനെ പറ്റിയാണ് പറയേണ്ടത്. ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസസർ എന്ന് പറഞ്ഞാൽ കോൾകം സ്നാപ്ഡ്രാഗൺ 720G എന്ന പ്രൊസസറാണ്. നല്ലൊരു മികച്ച പ്രൊസസർ തന്നെയാണത്. നല്ലൊരു ഹൈ പെർഫോമൻസ് ആണ് ഈ പ്രൊസസറിൽ നിന്ന് കിട്ടുന്നത്. അതൊരു ഒക്ടാർ കോർ പ്രൊസസറാണ്. ഇപ്പോൾ വാങ്ങിക്കുന്ന എല്ലാ കൂട്ടുകാരും, അതായത് ഇപ്പോൾ വാങ്ങിക്കുന്ന എല്ലാ കൂട്ടുകാരും ഫോൺ എടുക്കുമ്പോൾ PUBG കളിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഈ ഫോണിൽ PUBG ഈസി ആയിട്ട് കളിക്കാൻ പറ്റും. നല്ല സ്മൂത്ത് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഈ ഫോണിന്റെ റാം ആൻഡ് സ്റ്റോറേജിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് എന്ന ഈ ഫോൺ മെയിൻ ആയിട്ട് 3 ടൈപ്പിലാണ് കിട്ടുന്നത്. അതായത് 6GB റാം, 64GB ഇന്റർണൽ സ്റ്റോറേജ്, അതുപോലെ തന്നെ 6GB റാം, 128GB ഇന്റർണൽ സ്റ്റോറേജ്. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ 8GB റാം, 128GB ഇന്റർണൽ സ്റ്റോറേജ്. ഇപ്പോൾ ഞാൻ റിവ്യൂ ചെയ്യുന്ന ഫോൺ എന്ന് പറഞ്ഞത് 6GB റാം, 64GB ഇന്റർണൽ സ്റ്റോറേജിന്റെ ഫോണാണ്. ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന റാം എന്ന് പറയുന്നത് LPDDR4X എന്ന് പറഞ്ഞ റാമാണ്. നല്ല മികച്ച റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫോണിന്റെ ഇന്റർണൽ സ്റ്റോറേജ് കൂട്ടുന്നതിനായിട്ട് ഈ ഫോണിന്റെ കൂടെ തന്നെ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മൈക്രോ SD സ്ലോട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരേ സമയത്ത് 2 സിമ്മും അതുപോലെ തന്നെ ഒരു SD കാർഡും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നാലാമതായിട്ട് പറയുകയാണെങ്കിൽ ഈ ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പറ്റിയാണ് പറയാനുള്ളത്. ഈ ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് 10 ആണ് നമുക്ക് ഈ ഫോണിലൂടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഷവോമിയുടെ MIUI 11 വേർഷൻ ആണ് ഈ ഫോൺ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഫോൺ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ തന്നെ ധാരാളം ബ്ലോഡ്വെയർ ആപ്ലിക്കേഷൻസ് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഈ ബ്ലോഡ്വെയർ ആപ്ലിക്കേഷൻ എന്നാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോൺ നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ തന്നെ, അതായത് ഫസ്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ തന്നെ ധാരാളം ആവശ്യമില്ലാത്ത കുറെ ആപ്ലിക്കേഷൻസ് നമുക്ക് കിട്ടാറുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മീ പേ, മീ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ധാരാളം ആപ്ലിക്കേഷൻസ്, നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് ഈ ഫോണിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. അഞ്ചാമതായിട്ട് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിന്റെ സെക്യൂരിറ്റിയെ പറ്റിയാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫിംഗർ പ്രിന്റ് ലോക്ക് കാണും, ഫേസ് ലോക്ക് കാണും, പാർട്ടിങ് കാണും, പാസ്വേഡ്, അങ്ങനെ പലതരത്തിലുള്ള നമുക്ക് ലോക്ക് ഒക്കെ ഇടാൻ പറ്റും. എന്നാൽ ഈ ഫോണിൽ നമുക്ക് നല്ലൊരു ഫിംഗർ പ്രിന്റ് ഇത് തന്നെയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ഫേസ് ലോക്കുമാണ് കിട്ടുന്നത്. ഫിംഗർ പ്രിന്റ് ആണെങ്കിൽ ഈ ഫോണിന്റെ പവർ ബട്ടണിലാണ്. അതുപോലെ തന്നെ ഫേസ് ലോക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഫോണിന്റെ ഫിംഗർ പ്രിന്റ് എന്ന് പറയുന്നത് നല്ല ഫാസ്റ്റ് ആണ്. ജസ്റ്റ് ഒന്ന് വിരൽ വെച്ച് കൊടുത്താൽ അപ്പൊ തന്നെ നമുക്ക് ലോക്ക് അരിച്ചു കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഈ ഫോണിന്റെ ഫേസ് ലോക്കിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ഈ ഫേസ് ലോക്ക് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അറിയാം അത്രയും സേഫ്റ്റി ഒന്നുമല്ല. നമ്മൾ അറിയാതെ പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ കാണിച്ചുകൊണ്ട് പോകാൻ പറ്റും. എന്നാൽ ഈ ഫോൺ അങ്ങനെയല്ല.
നമ്മൾ കണ്ണടിച്ച് പിടിച്ചേക്കുവാണെങ്കിലും നമുക്ക് ഫേസ് ലോക്ക് അൺലോക്ക് ആക്കാൻ പറ്റുകയില്ല. അത് മാത്രമല്ല ഈ ഫോണിന്റെ ഫേസ് ലോക്ക് എന്ന് പറയുന്നത് നല്ലൊരു സ്പീഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഫിംഗർ പ്രിന്റും. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും ഒരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നോക്കുന്ന ഒരു കാര്യമാണ് ക്യാമറ പെർഫോമൻസ്. ഇപ്പോൾ ഈ ഫോൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ക്യാമറയുടെ ഫുൾ ആയിട്ടുള്ള റിവ്യൂ ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഫോണിന്റെ ക്യാമറ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ബാക്ക് ക്യാമറ പറ്റി പറയുകയാണെങ്കിൽ ഒരു കോഡ് ക്യാമറ സെറ്റപ്പ് ആണ് നമുക്ക് നൽകുന്നത്. അതായത് 4 ക്യാമറയാണ് മെയിൻ ആയിട്ടുള്ളത്. ഒരെണ്ണം എന്ന് പറഞ്ഞാൽ 64 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറ ആണ് കിട്ടുന്നത്. ഈ ഒരു ക്യാമറ ഉപയോഗിച്ച് നമുക്ക് 119 ഡിഗ്രി വരെ അൾട്രാ വൈഡ് ആയിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് മൂന്നാമതായിട്ട് വരുന്ന ക്യാമറ എന്ന് പറഞ്ഞാൽ 5 മെഗാ പിക്സലിന്റെ മാക്രോ ക്യാമറയാണ്. നമുക്ക് ഈ ഒരു ക്യാമറ ഉപയോഗിച്ച് മാക്രോ ഷോട്ടൊക്കെ അത്രയും മനോഹരമായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത ഒരു ക്യാമറ എന്ന് പറഞ്ഞാൽ 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസർ ആണ്. അപ്പോൾ ഇത് നല്ലൊരു ക്യാമറ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫോണിന്റെ ക്യാമറയുടെ ഫുൾ റിവ്യൂ ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നതാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ഈ ഫോണിലെടുത്ത് കുറച്ച് ഫോട്ടോസും ഞാൻ അപ്പോൾ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഫോണിന്റെ ഫ്രണ്ട് ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 32 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. നോച്ച് ആയിട്ടല്ല, ഒരു പഞ്ച് ഹോൾ ആയിട്ടാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അടുത്തതായിട്ട് ഈ ഫോണിന്റെ ബാറ്ററി പെർഫോമൻസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഈ ഫോണിന്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ 5020 mAh ബാറ്ററിയാണ്. നല്ലൊരു ബാറ്ററി പെർഫോമൻസ് ആണ് ഈ ഫോൺ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഈ ഫോൺ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1.5 ദിവസം 2 ദിവസം വരെ മാക്സിമം അല്ല മിനിമം നമുക്ക് ചാർജ് നിൽക്കുന്നതാണ്. നല്ലൊരു ബാറ്ററി പെർഫോമൻസ് ആണ് ഈ ഫോൺ നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ ഈ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് 33 വോൾട്ടിന്റെ ഫാസ്റ്റ് ചാർജറാണ് ബോക്സിന്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്നത്. നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് ചാർജർ തന്നെയാണ് അത്. ഷവോമിയുടെ നിർദ്ദേശപ്രകാരം ഒരു 50% ചാർജ് ആകുന്നതിന് വരെ 30 മിനിറ്റ് മതി എന്നാണ് പറയുന്നത്. എന്നാൽ എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അത്രയും വേണ്ട, അതിനേക്കാൾ ലെസ് ടൈം മതി, കുറച്ച് സമയം മതി ഒരു 50% ചാർജ് ആകുന്നതിന്. അടുത്തതായിട്ട് ഈ ഫോണിന്റെ കുറച്ച് ഫിസിക്കൽ ഫീച്ചേഴ്സിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഈ ഫോണിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 210 gram ആണ്. അതോടൊപ്പം തന്നെ ഈ ഫോണിന്റെ ഫ്രണ്ടിലും ബാക്കിലും അതുപോലെ തന്നെ ക്യാമറ വരെ കവർ ചെയ്തിരിക്കുന്നത് ഗൊരില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഫോണിൽ P2I നാനോ കോട്ടിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ വാട്ടർ സ്പിൽ റെസിസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ ഈ ഫോണിന്റെ ടോപ്പിലായിട്ട് നമുക്ക് ഇയർ ബ്ലാസ്റ്റർ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ നമുക്ക് യൂണിവേഴ്സൽ റിമോട്ട് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ യൂണിവേഴ്സൽ റിമോട്ട് എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ടിവിയുടെ റിമോട്ട് ആയിട്ടും അതുപോലെ AC-യുടെ റിമോട്ട് അങ്ങനെ നമുക്ക് റിമോട്ട് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ ഫോണിൽ നമുക്ക് വൈഡ് ബൈൻ L1 സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നെറ്റ്ഫ്ലിക്സിന്റെയും ആമസോൺ പ്രൈമിന്റെയും HD കണ്ടന്റ് ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ ഫോൺ നാവിഗേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ സാറ്റലൈറ്റിൽ നിന്നാണ് നാവിഗേഷൻ നമുക്ക് ലഭിക്കുന്നത്. അതും നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഫോണിൽ ഞാൻ നേരത്തെ പറഞ്ഞു 2 സിം നമുക്ക് ഇടാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ 2 സിം നമുക്ക് 4G സപ്പോർട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് വൈഫൈ സപ്പോർട്ടും ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട്. ഇപ്പോൾ വൈഫൈ കോളിംഗ് എന്താണെന്ന് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. അതായത് ഇപ്പോൾ നമുക്ക് റേഞ്ച് ഇല്ലാത്ത സ്ഥലത്തൊക്കെ പോകുകയാണെങ്കിൽ വൈഫൈ എനേബിൾ ആണ് എങ്കിൽ വൈഫൈ കണക്ഷൻ ലഭിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് എയർടെൽ ജിയോ എന്നീ സിമ്മുകൾ നമുക്ക് വൈഫൈ കോളിംഗ് ഫെസിലിറ്റി നൽകുന്നുണ്ട്. നമുക്ക് വൈഫൈയിലൂടെ നമുക്ക് കോളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്.